രാഹുൽ ഗാന്ധി എന്ന നേതാവ് എന്തിനും പോന്ന ഒരു നേതാവാണ് എന്ന് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആ ഒരൊറ്റ വീഡിയോ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങി തരംഗമായി മാറുന്നത്. കോൺഗ്രസിന് ഭരണം പോയ 10 വർഷം കൊണ്ട് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഇനി പറയേണ്ടത് എന്ന് രാഹുൽ എന്ന മോദിയുടെ ഏക പ്രതിപക്ഷ നേതാവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുന്നതിന് മുൻപേ തന്നെ ഒരു ആറ്റം ബോംബിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാ മൂടിക്കെട്ടിയത്. അതിനു പിന്നാലെ ബീഹാറിനെ ഇളക്കി മറിച്ച് വോട്ട് ചോരി യാത്രയും കൂടി രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ ശക്തമായത് ഇന്ത്യ മുന്നണിയാണ്. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തേജസ്വി യാദവ് അടക്കം സകല നേതാക്കളെയും അവരുടെ പാർട്ടിയെയും ഒന്നിച്ചു നിർത്താനും കുറച്ചധികം മണ്ഡലങ്ങൾ വിട്ടുകൊടുത്തിട്ടാണ് എങ്കിലും സീറ്റ് വിഭജന ചർച്ചകൾ രമ്യതയിൽ ചെയ്തു തീർക്കാനും സാധിച്ചു. അവിടെയൊക്കെ രാഹുൽ ചെയ്തത് ഒരൊറ്റ തന്ത്രമാണ്, അത് വിട്ടുകൊടുക്കലിന്റേതാണ്. ഇന്നിപ്പോൾ ബെഗുസരായ് പോലെ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെത്തിയ രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികളുടെ കൂടെ അവരുടെ മീൻപിടുത്തത്തിനോടൊപ്പം ചേർന്ന് കുളത്തിൽ ചാടുകയാണ്. അടിത്തട്ടിലിറങ്ങി രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളെ തന്നിലേക്കും തന്റെ പാർട്ടിയിലേക്കും അടുപ്പിക്കുകയാണ് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ്. വെറുതെ വലിയ റോഡ് ഷോകൾ നടത്തി വലിയ സുരക്ഷാ സേനയ്ക്ക് നടുവിലൂടെ കൈകൂപ്പി ചിരിച്ച് തലയാട്ടി വലിയ സ്റ്റേജിൽ കയറി നടപ്പിലാക്കാനാവാത്ത ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച മോദിക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് രാഹുൽ ജാതിയിൽ താഴ്ന്ന എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭൂമുടമകൾ മാറ്റി നിർത്തുന്ന ബഹുസരായിക്കാരായവർക്കിടയിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നത്. ബീഹാറിലെ ബഹുസരായിലെ പ്രചാരണ റാലിക്ക് ശേഷം രാഹുൽ ഗാന്ധി നേരെ പോയത് ഹെലികോപ്റ്ററിലേക്കായിരുന്നില്ല, ഗ്രാമീണരായ മത്സ്യത്തൊഴിലാളികളുടെ അടുത്തേക്കായിരുന്നു. പുഴയിൽ നിന്നും മീൻ പിടിച്ചുകൊണ്ടിരുന്ന മല്ല വിഭാഗത്തിലെ തൊഴിലാളികളോടൊപ്പം അദ്ദേഹം വെള്ളത്തിലിറങ്ങി അവരോടൊപ്പം പുഴയിൽ ചാടി മീൻപിടുത്തത്തിൽ പങ്കുചേർന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, സമഗ്ര വികസനം എന്നിവ മഹാസഖ്യം അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കുറഞ്ഞു വരുന്ന മത്സ്യലഭ്യത, ആവശ്യമായ പിന്തുണയുടെ അഭാവം തുടങ്ങിയ ആശങ്കകൾ തൊഴിലാളികൾ പങ്കുവച്ചു. അവർക്കൊപ്പം വല വീശുകയും വെള്ളത്തിൽ നീന്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് മുന്നിൽ ബീഹാറിൽ ഒരു പുതിയ ബെഞ്ചുമാർക്ക് സ്ഥാപിച്ചിരിക്കുന്നു. ഇത് മോദിയുടെ ജീവിതത്തിലെ ഒരിക്കലും സംഭവിക്കാത്ത രംഗങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ ഫിറ്റ്നസ് ശരിക്കും പ്രചോദനം നൽകുന്നു. ഇതൊക്കെയാണ് ഇതിന് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകൾ. സാധാരണ രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുമായി നേരിട്ട് ഇടപഴകാനും അവരുടെ ജീവിത രീതിയിൽ പങ്കുചേരാനുമുള്ള രാഹുൽ ഗാന്ധിയുടെ മനോഭാവം ഇതിനു മുമ്പ് തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ബീഹാറിലെ ഗ്രാമീണ മേഖലകളിൽ രാഹുൽ വലിയ സ്വാധീനം ചെലുത്തും. പ്രധാനമന്ത്രി മോദി ഉൾപ്പെട്ട മറ്റു രാഷ്ട്രീയക്കാരുടെ പ്രചാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി താഴെ തട്ടിലുള്ള ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ രാഹുലിന് സാധിക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ആ തരംഗമായ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.